everyone, welcome to Competitive Tracker. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മളെ സംബന്ധിച്ച് ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ബിക്കോസ് സെയിം ഏരിയയിൽ നിന്ന് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഡിഫറെൻറ്റ് തിയറീസ് പറയുന്നു, ലിസ്റ്റ് 2 അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ലിസ്റ്റ് 1 പറഞ്ഞിരിക്കുന്ന തിയറീസ് ഇക്വിറ്റി തിയറി, റൂംസ് തിയറി, റൂംസ് എക്സ്പെക്റ്റൻസി തിയറി, ദെൻ പോർട്ടർ ആൻഡ് ലോവലർ മോഡൽ ആൻഡ് ഹേസ്ബർഗ്സ് തിയറി. 4 തിയറികളാണ്. ഈ 4 തിയറികളിൽ നമ്മൾ ഇക്വിറ്റി തിയറി, റൂംസ് എക്സ്പെക്റ്റൻസി തിയറി ആൻഡ് ഹേസ്ബർഗ്സ് തിയറി കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. എന്നാൽ കൂടുതൽ കേട്ടിട്ടില്ലാത്ത തിയറി എന്ന് പറയുന്നത് പോർട്ടർ ആൻഡ് ലോവലർ മോഡലാണ്. കൺസെപ്റ്റുകൾ എന്താണെന്ന് ഞാനൊന്ന് ബ്രീഫ്ലി പറയാം. ഇക്വിറ്റി തിയറി പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആ ഇൻഡിവിജ്വൽ മോട്ടിവേറ്റഡ് ആകുന്നത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന ഔട്ട്കമും സെക്കൻഡ് ഇൻഡിവിജ്വൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും അദ്ദേഹത്തിന് കിട്ടുന്ന ഔട്ട്കമും മാച്ച് ചെയ്യുമ്പോഴാണ്. അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന എഫേർട്ടിന് എനിക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ അതിന് ആനുപാതികമായിട്ടാണ് സെക്കൻഡ് ഇൻഡിവിജ്വൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് അതിന് അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ. അങ്ങനെയാണെങ്കിൽ ഇക്വിറ്റി ഉണ്ട്. അതേസമയം ഇക്വിറ്റി ഇല്ലെങ്കിലോ, എൻ്റെ അത്രയും വർക്ക് ചെയ്യുന്നില്ലാത്തൊരു ഇൻഡിവിജ്വൽ എന്നേക്കാൾ കൂടുതൽ സാലറി കൊടുക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇക്വിറ്റി ഇല്ല. ദാറ്റ് വിൽ ലീഡ്സ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ, റൈറ്റ്? ഡിസാറ്റിസ്ഫാക്ഷൻ അത് കാരണമാകും. അതാണ് ഇക്വിറ്റി തിയറി പറയുന്നത്. ദെൻ റൂംസ് എക്സ്പെക്റ്റൻസി തിയറി ആണെങ്കിൽ എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി ആൻഡ് വാലൻസ്, 3 എലമെന്റുകളെ പറ്റിയാണ് എക്സ്പെക്റ്റൻസി തിയറി പറയുന്നത്. എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന എഫേർട്ട് വഴി നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് എക്സ്പെക്റ്റൻസി. ദെൻ ഇൻസ്ട്രുമെന്റാലിറ്റി, ഈ പെർഫോമൻസ് എന്നെ റിവാർഡിലേക്ക് നയിക്കും എന്നുള്ള വിശ്വാസമാണ് ഇൻസ്ട്രുമെന്റാലിറ്റി. വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിവാർഡ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് എത്രമാത്രം ആഗ്രഹമുള്ളതാണ്, ഇതാണ് വാലൻസ്. സോ അത് 3 ചേരുമ്പോഴാണ് മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് റൂംസ് എക്സ്പെക്റ്റൻസി തിയറി പറയുന്നത്. പിന്നെ വരുന്നത് ഹേസ്ബർഗ്സ് തിയറിയാണ്. ഹേസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറിയാണ്. 2 ഫാക്ടേഴ്സിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. 1 മോട്ടിവേറ്റേഴ്സും 2 ഹൈജീൻ ഫാക്ടേഴ്സും. മോട്ടിവേറ്റേഴ്സ് ആണെങ്കിൽ മോട്ടിവേഷനിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു മോട്ടിവേഷൻ. അവയുണ്ടെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാകും. എന്നാൽ ഹൈജീൻ ഫാക്ടേഴ്സ് ആണെങ്കിലോ, ഇപ്പോൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിന് എക്സാമ്പിൾ എന്ത് പറയാം? ഇൻസെൻറ്റീവ്സ് കിട്ടുക, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുക, ഇതൊക്കെ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവ ഇല്ലെങ്കിൽ ഡീമോട്ടിവേഷന് കാരണമാകും, പക്ഷെ ഉണ്ടെന്നുള്ളത് ഒരിക്കലും മോട്ടിവേഷനിലേക്ക് നയിക്കുന്നില്ല. ആബ്സെൻസ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു ഡീമോട്ടിവേഷൻ, ഇതാണ് ഹൈജീൻ ഫാക്ടർ. പ്രോപ്പർ ഹൈജീൻ ഇല്ല, പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സാലറി റെഗുലറായിട്ട് കിട്ടുന്നില്ല, ഇതെല്ലാം ഹൈജീൻ ഫാക്ടറാണ്. നമുക്ക് സാലറി ഇൻക്രിമെന്റ് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? അത് മോട്ടിവേറ്റർ ആണ്. പക്ഷെ റെഗുലർ സാലറി ഒരിക്കലും ഒരു മോട്ടിവേറ്റർ അല്ല. ആ റെഗുലർ സാലറി കിട്ടാതിരുന്നാലോ അത് ഡീമോട്ടിവേഷനിലേക്ക് നയിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ തിയറി, ഹെസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി പറയുന്നത്. ഓക്കെ, സോ 3 തിയറി ഞാൻ ബ്രീഫ്ലി പറഞ്ഞു. പക്ഷെ പോർട്ടർ ആൻഡ് ലോവലർ മോഡലിനെ പറ്റി അധികം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു മോഡലാണ്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടി നോക്കാം. എന്താണ് പോർട്ടർ ആൻഡ് ലോവലർ മോഡൽ? ദി പോർട്ടർ ലോവലർ മോഡൽ of motivation is an extension of Room's expectancy theory, and it was developed by Lehman W. Porter and Edward Loyer. So ഇവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ് ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. പോർട്ടർ ലോവലർ മോഡൽ എന്ന് പറയും. സോ ദിസ് മോഡൽ പ്രൊവൈഡ്സ് എ മോർ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫേർട്ട്, പെർഫോമൻസ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റിവാർഡ്സ് ഇൻ ദി വർക്ക് പ്ലേസ്. അതായത് നമ്മൾ എന്താണ് റൂംസ് എക്സ്പെക്റ്റൻസി തിയറി പറഞ്ഞത്? 3 ഇമ്പോർട്ടൻ്റ് എലമെന്റുകളെ പറ്റി. ഒന്ന് എന്താണ്? എക്സ്പെക്റ്റൻസി, ദെൻ ഇൻസ്ട്രുമെന്റാലിറ്റി, വാലൻസ്. അവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയായിരിക്കും? കൊടുക്കുന്ന എഫേർട്ട് പെർഫോമൻസിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് എക്സ്പെക്റ്റൻസി. ആ പെർഫോമൻസ് റിവാർഡിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് എന്ത്? ഇൻസ്ട്രുമെന്റാലിറ്റി. ആ റിവാർഡ് എനിക്ക് ഡിസൈറബിൾ ആയിരിക്കുമോ എന്ന് പറയുമ്പോൾ അത് വാലൻസ് ആയി മാറും. പക്ഷേ ഇവിടെ മിസ്സായിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് സാറ്റിസ്ഫാക്ഷൻ ഒരു എലമെന്റ് ആണ്. ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു എല്ലാ ഇൻഡിവിജ്വലിനും ഒരുപോലെ അല്ല. സോ ഒരേ റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മേ ബി സാറ്റിസ്ഫൈങ് ഫോർ സം പീപ്പിൾ, ദാറ്റ് മേ നോട്ട് ബി സാറ്റിസ്ഫൈങ് ഫോർ സം അതർ പീപ്പിൾ. ആ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാം. ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. ഇതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ മേജർ കോമ്പോണൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എഫേർട്ട് പെർഫോമൻസ് എക്സ്പെക്റ്റൻസി.
ഇതാണ് എക്സ്പെൻസി തിയറിയിലെ ബേസിക്. എഫേർട്ട് പെർഫോമൻസിലേക്ക് നയിക്കുമോ എന്നുള്ള ചിന്താഗതിയാണ് എഫേർട്ട് പെർഫോമൻസ് എക്സ്പെക്റ്റൻസി. അതായത് ദിസ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻ ഓഫ് ദി ലൈക്ലിഹുഡ് ദാറ്റ് ഹിസ് എഫേർട്സ് വിൽ ലീഡ് ടു സക്സസ്ഫുൾ പെർഫോമൻസ്. ഞാൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് എന്ത് എഫേർട്ട് പെർഫോമൻസ് എക്സ്പെക്റ്റൻസി. എക്സ്പെക്റ്റൻസി തിയറിയിലെ എക്സ്പെക്റ്റൻസി തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദെൻ പെർഫോമൻസ് റിവാർഡ് എക്സ്പെക്റ്റൻസി. ആ പെർഫോമൻസ് എന്നെ റിവാർഡിലേക്ക് എത്തിക്കുമോ? ഒരു പരിധിവരെ ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറയാം. ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറയുമ്പോൾ ആ റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്? റിവാർഡ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ട ഒന്നാണ്, റൈറ്റ്? പക്ഷെ ഇവിടെ വരുമ്പോൾ ആ പറയുന്ന പെർഫോമൻസ് ചെയ്യുന്നത് വഴി എനിക്ക് റിവാർഡ് കിട്ടുമോ എന്നുള്ളത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് റെപ്രസെന്റ്സ് ആൻ ഇൻഡിവിജ്വൽസ് ബിലീവ് ദാറ്റ് സക്സസ്ഫുൾ പെർഫോമൻസ് വിൽ ലീഡ് ടു സ്പെസിഫിക് ഔട്ട്കംസ് ആൻഡ് റിവാർഡ്സ്. ഞാൻ സക്സസ്ഫുള്ളി പെർഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് റിവാർഡിലേക്ക് നയിക്കപ്പെടും എന്നുള്ള വിശ്വാസമാണ് പെർഫോമൻസ് റിവാർഡ് എക്സ്പെക്റ്റൻസി. മൂന്നാമതായിട്ട് റിവാർഡ് വാല്യുവേഷൻ, വാലൻസ് പറഞ്ഞില്ലേ, ആ ഒരു കൺസെപ്റ്റ്. ഈ റിവാർഡ് എന്നെ സംബന്ധിച്ച് എത്രമാത്രം വാല്യൂബിൾ ആണ്, ഡിസൈറബിൾ ആണ്. ദിസ് കോമ്പോണന്റ് അഡ്രസ്സസ് ദി സബ്ജക്റ്റീവ് വാല്യൂ ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ പ്ലേസസ് ഓൺ ദി റിവാർഡ് ദേ റിസീവ്. അവർക്ക് കിട്ടുന്ന ആ റിവാർഡിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആ ഇൻഡിവിജ്വൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ പ്രൊമോഷൻ തരാം, ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടും എന്ന് തോന്നുമ്പോൾ അതെന്നെ മോട്ടിവേറ്റ് ചെയ്യും. സോ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ആ ഇൻഡിവിജ്വൽ ആ റിവാർഡിൽ പ്ലേസ് ചെയ്യുന്നത്, അതാണ് ഈ ഒരു എലമെന്റിൽ പറയുന്നത് റിവാർഡ് വാല്യുവേഷൻ. ഓക്കെ, ദെൻ അടുത്തത് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ അഡീഷണൽ വരുന്ന ആദ്യത്തെ കോമ്പോണന്റ് ഏതാണ്? സാറ്റിസ്ഫാക്ഷൻ. അതായത് എക്സ്പെക്റ്റൻസി തിയറിയിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷനെ പറ്റി കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആയിട്ട് വരുന്നു. സോ ദിസ് ഈസ് ദി ഇമോഷണൽ റെസ്പോൺസ് ഓർ കണ്ടന്റ്മെന്റ് ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ബേസ്ഡ് ഓൺ ദി റിവാർഡ്സ് ദേ റിസീവ്. അവർക്ക് കിട്ടുന്ന ഈ റിവാർഡ് വഴി എത്രമാത്രം ഇമോഷണൽ റെസ്പോൺസ് ആ ഇൻഡിവിജ്വലിൽ നിന്നുണ്ടാവും, എത്രമാത്രം അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആകും, റൈറ്റ്? അതാണ് ആ സാറ്റിസ്ഫാക്ഷൻ ടൈം. ഇമോഷണൽ റെസ്പോൺസ് ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി റിവാർഡ്. അദ്ദേഹത്തിന് കിട്ടുന്ന ആ റിവാർഡ് വഴി അദ്ദേഹത്തിന് നേടിയെടുക്കുന്ന ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിനെയാണ് അല്ലെങ്കിൽ റെസ്പോൺസിനെയാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ആ റിവാർഡിന്റെ ഫെയർനെസ് അനുസരിച്ച് മാറാം, റിവാർഡിന്റെ വാല്യൂ അനുസരിച്ച് മാറാം, ആ റെസ്പോൺസിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ദെൻ പിന്നുള്ളത് എഫേർട്ടാണ്. ആക്ച്വൽ ലെവൽ ഓഫ് എഫേർട്ട്, ഇൻഡിവിജ്വൽ കൊടുത്തിരിക്കുന്ന ആക്ച്വൽ ലെവൽ ഓഫ് എഫേർട്ടാണ് എഫേർട്ട് പറയുന്നത്. ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. എനിവേ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഫാക്ടർ എന്ന് ഓർത്തേക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചാലോ. എന്താണ് പോർട്ടർ ആൻഡ് ലോലർ മോഡൽ നമ്മൾ പറഞ്ഞു. ഇനി തിയറിയെ നമുക്കൊന്ന് മാച്ച് ചെയ്യാം. ആദ്യം ഇക്വിറ്റി തിയറി. മോട്ടിവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ റേഷ്യൂസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്കംസ് ഓഫ് സെൽഫ് ആൻഡ് അതേഴ്സ്. എൻ്റെ ഇൻപുട്ട്, എൻ്റെ ഔട്ട്കം ഞാൻ എന്തുമായിട്ട് ചെയ്യുന്നു? മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇത് തന്നെയല്ലേ ഇക്വിറ്റി തിയറി? ഫെയർനെസ്, റൈറ്റ്? ആ റേഷ്യൂ ഓക്കെ ആണെങ്കിൽ ഫെയർ ആണ്, ദാറ്റ് വിൽ മോട്ടിവേറ്റ് അസ്. റേഷ്യൂ ഓക്കെ അല്ലെങ്കിൽ ഇന്നിക്വിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ റിവാർഡ് ഇന്നിക്വിറ്റി, ഓവർ റിവാർഡ് ഇന്നിക്വിറ്റി, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. റൂംസ് എക്സ്പെക്റ്റൻസി തിയറി എന്താ പറയുന്നത്? പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു അച്ചീവ് ഗോൾ ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് ദേ എക്സ്പെക്ട് ദാറ്റ് സർട്ടൻ ആക്ഷൻ വിൽ ഹെൽപ്പ് ദം ടു റീച്ച് ഗോൾ, റൈറ്റ്? സെയിം ആണ്, റൈറ്റ്? ഡയറക്ട്ലി മാച്ച് ചെയ്യാം. പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു അച്ചീവ് ദി ഗോൾ ടു ദി എക്സ്റ്റെൻറ്റ് ദാറ്റ് ദേ എക്സ്പെക്ട്, ഞാനൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ഗോൾ കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ, എക്സ്പെക്റ്റൻസി, റൈറ്റ്? ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുകയും ആ ഗോൾ എനിക്ക് ഡിസൈറബിൾ ആവുകയും ചെയ്യണം. ഇതിനകത്ത് എന്തുകൂടി ആഡ് ചെയ്യണം? ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ എലമെന്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം പോർട്ടർ ആൻഡ് ലോലർ മോഡൽ. ദർ എക്സിസ്റ്റ് എ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോട്ടിവേഷൻ, പെർഫോമൻസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് എലമെന്റ് ഇസ് ദർ. അത് വരുമ്പോഴാണ് അത് പോർട്ടർ ലോവർ മോഡൽ ആവുന്നത്. ദെൻ ഹെസ്ബർഗ് തിയറി അപ്പോൾ എന്തായിരിക്കും? എ ചലഞ്ചിങ് ജോബ് ദാറ്റ് ഹാസ് ദി ഓപ്പർച്യൂണിറ്റീസ് ഫോർ അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗ്രോത്ത് വിൽ മോട്ടിവേറ്റ് എംപ്ലോയി. ഒരു ജോബ് ഇറ്റ് സെൽഫ് ഈസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ചലഞ്ചിങ് ജോബാണ്, അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ട്, ഇതെല്ലാം അവരെ മോട്ടിവേറ്റ് ചെയ്യും. എന്നാൽ ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ മോട്ടിവേറ്റിംഗ് ഫാക്ടറെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയുന്നത് ഹെസ്ബർഗ് തിയറിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി റൈറ്റ് മാച്ച്. സോ ആ മോഡൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്: മോട്ടിവേഷൻ ഫോഴ്സ് ഓർ ലെവൽ ഓഫ് എഫേർട്ട് ഈസ് നോട്ട് ഈക്വൽ ടു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പെർഫോമൻസ് ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ. സോ മോട്ടിവേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെവൽ ഓഫ് എഫേർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ഈക്വൽ ടു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പെർഫോമൻസ്. സാറ്റിസ്ഫാക്ഷനും പെർഫോമൻസിലും ഡയറക്ട്ലി ഈക്വൽ അല്ല. അതായത് സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ പറ്റി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സാറ്റിസ്ഫാക്ഷൻ ഈസ് സംതിങ് എൽസ്. അത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഇൻഡിവിജ്വൽ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന ഇമോഷണൽ ഇമ്പോർട്ടൻസ് ആണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്.
സോ അത് പറഞ്ഞു വച്ചിരിക്കുന്നത് ലോലർ പോർട്ടർ മോഡലിലാണ്. ഓക്കെ, അടുത്തത് ഡാഷ് തിയറി ഓഫ് മോട്ടിവേഷൻ ഇഗ്നോർസ് ദി ഇന്നർ സ്റ്റേറ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് കോൺസെൻട്രേറ്റ്സ് സോളി ഓൺ വാട്ട് ഹാപ്പൻസ് വെൻ ഹി ഓർ ഷീ ടേക്സ് സം ആക്ഷൻ. അതായത് അവരുടെ ഇന്നർ സാറ്റിസ്ഫാക്ഷനെ പറ്റി ഒന്നും കൺസിഡർ ചെയ്യാതെ അവരുടെ ആക്ഷനിൽ നിന്നും മാത്രം മോട്ടിവേഷനെ പറ്റി പറയുന്ന തിയറി ഏതാണ്? എക്വിറ്റി തിയറി, എക്സ്പെക്റ്റൻസി തിയറി, ഗോൾ സെറ്റിംഗ് തിയറി, റീഇൻഫോഴ്സ്മെന്റ് തിയറി. ആക്ഷനിൽ നിന്ന് മാത്രം, അതായത് അവരുടെ ഇന്നർ ഫീലിംഗ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷേ പറയുന്നതിനെ പറ്റി മാത്രമാണ്. ആക്ഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ആണ്. ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണെങ്കിൽ അവിടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നടത്തും. അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആണെങ്കിൽ പണിഷ്മെന്റും എക്സ്റ്റൻഷനും നടത്തും. ദാറ്റ് ഈസ് കോൾഡ് ഏതാണത്? റീഇൻഫോഴ്സ്മെന്റ് തിയറിയുടെ ഭാഗമാണ്. സോ റീഇൻഫോഴ്സ്മെന്റ് തിയറി ക്ലിയർ. അടുത്തത് ഗീവ് ദി കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റേജസ് ഇൻ ഗോൾ സെറ്റിംഗ് തിയറി. ഗോൾ സെറ്റിംഗ് തിയറിയുടെ ഡിഫറൻറ്റ് സ്റ്റേജുകളെ പറ്റിയാണ്. ഗോൾ സെറ്റിങ്ങിന്റെ ഡിഫറൻറ്റ് സ്റ്റേജുകൾ ഓർത്താൽ മതി, തിയറിയെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. ഗോൾ സെറ്റിങ്ങിൽ ആദ്യത്തെ സ്റ്റേജ് എന്തായിരിക്കണം? അക്സെപ്റ്റൻസ് ആണോ? ഗോൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തുണ്ടാവണം? ഒന്നെങ്കിൽ പ്ലാനിങ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഗോളിനെ ഡിഫൈൻ ചെയ്യണം. റൈറ്റ്, ഗോൾ ഡെഫിനിഷൻ രണ്ടിടത്തുണ്ടല്ലോ, ഗോൾ ഡെഫിനിഷൻ. ദെൻ ഗോൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഗോൾ അക്സെപ്റ്റ് ചെയ്യണം, ഗോൾ അക്സെപ്റ്റൻസ്. ഗോൾ അക്സെപ്റ്റൻസ് കഴിഞ്ഞാൽ എഫേർട്ട് എടുക്കുന്നു. ദെൻ എഫേർട്ട് എടുത്തതിന് ശേഷം അത് പെർഫോമൻസിലേക്ക് നയിക്കുന്നു. ആ പെർഫോമൻസ് റിവാർഡിലേക്ക് നയിക്കുന്നു. റിവാർഡ് കിട്ടുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. റൈറ്റ്, സോ ദിസ് ഈസ് ദി കറക്റ്റ് ഓർഡർ. ഓക്കെ, ഏറ്റവും കറക്റ്റ് ഓർഡർ ഇതാണ്. ഗോൾ ഡിഫൈൻ ചെയ്യുക, ആ ഗോൾ അക്സെപ്റ്റ് ചെയ്യുക, എഫേർട്സ് കൊടുക്കുക, പെർഫോമൻസ് ആകുക, റിവാർഡ് ആകുക, സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കുക. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ എക്സ്പെക്റ്റൻസി തിയറി, റൂംസ് എക്സ്പെക്റ്റൻസി തിയറി. റൈറ്റ്, വിക്ടർ റൂം ആണ് എക്സ്പെക്റ്റൻസി തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കുറച്ച് സാമ്പിൾ ആയിട്ടുള്ള MCQs കണ്ടു. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ബാച്ച്, വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും സ്റ്റുഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ കൃത്യമായിട്ട് ജൂൺ എക്സാമിനേഷനിലേക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചുകൾ പറയുകയാണെങ്കിൽ ഇക്കണോമിക്സ്, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മാനേജ്മെന്റ്, ജനറൽ പേപ്പർ ആൻഡ് CSIR ഫിസിക്സിൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ താങ്ക് യു എവ്രി വൺ. ബൈ.